ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഒരു ഗിഫ്റ്റ് പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരു സർപ്രൈസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, പക്ഷേ എൻ്റെ പൊളിഞ്ഞു പോയ സർപ്രൈസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, കുഞ്ഞിൻ്റെ. സോ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് ഒരു ടീഷർട്ടായിരുന്നു. പക്ഷേ 3 ദിവസമായിട്ടാണ് ഓഫീസിൽ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഗിഫ്റ്റ് ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് വാങ്ങിച്ചത് ഗിഫ്റ്റ് വന്നു, പക്ഷേ ചേട്ടന് വാങ്ങിച്ചത് വന്നില്ലായിരുന്നു. അതിപ്പോൾ വരും തോന്നുന്നു, നോക്കട്ടെ. അതിനുവേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചേട്ടന് വാങ്ങിച്ച ഗിഫ്റ്റ്. അത് ചേട്ടൻ എങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ 3-4 ദിവസമായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട്, എന്താ പറയുക, ഷർട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടക്കാതെ ചേട്ടൻ 3 ദിവസമായിട്ട് വയ്യാതെ പനി പിടിച്ച്, എന്താ പറയുക, പല്ല് വയ്യാതൊക്കെ ഓഫീസിൽ പോകാതിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഫുൾ പ്ലാനിങ് തെറ്റി. എന്തായാലും ഇത് ചേട്ടൻ ഇഷ്ടപ്പെടുവാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നോക്കാം. ചേട്ടാ, നല്ലവനായ ഉണ്ണി ഇവിടെ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതവിടെ കളഞ്ഞിട്ട് ഇതെടുത്ത് നോക്ക് മനസ്സിലാ. എൻ്റെ കൃഷിക്കാരന് ഞാൻ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ചെയ്തു ഗൈസ്. കാറോ? ബെസ്റ്റ്. പിന്നെ എല്ലാവരുടെ വീട്ടിൽ തുണിയൊക്കെ ഉള്ളതാ, നമ്മുടെ വീട്ടിൽ മാത്രമല്ല. ആർക്ക് എന്തിനാ അറിയുന്നത്? സോ നമ്മൾ ഇത്തവണ, കഴിഞ്ഞ തവണ ഞാൻ ചേട്ടന് എനിക്കൊന്ന് ഷൂ ആണ് ഗിഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. സോ ഇനിയിപ്പം ഷൂ ഗിഫ്റ്റ് ചെയ്യണില്ല, അതുള്ള ബഡ്ജറ്റ് നമുക്കില്ലാത്തതുകൊണ്ട്. അടിപൊളി. സോ എനിക്ക് തോന്നി ചേട്ടൻ ഇതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെടുകയെന്ന് തോന്നി. അങ്ങനെ ഇത് വാങ്ങിച്ചു. കാർ വാങ്ങിച്ചു തരാനുള്ള സാമ്പത്തിക ആയിട്ടില്ല. ഏതാ അത് ഞാൻ പിന്നെ വാങ്ങിച്ചു തരാം. നമുക്ക് ഉപയോഗമുള്ള സാധനം വാങ്ങിക്കണല്ലോ എന്നത്. അടിപൊളി, സൂപ്പർ. ഇത് നമ്മുടെ മറ്റേ ആദ്യം വാങ്ങിച്ചത്. ഇത് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റാ. വെള്ളമൊഴി. അത് കുഴപ്പമില്ല, എന്തായാലും കളയാനുള്ളല്ലേ. വെള്ളം ഒഴിച്ച് ഉദ്ഘാടനം ചെയ്യും മനുഷ്യ, അത് പിന്നെ നോക്കാം. വെള്ളം ഒഴിക്കാവോ? അപ്പൊ ഗൈസ്, ചേട്ടൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. നാളെ ആണെങ്കിലും. അതെ. സോ നമ്മള് കുഞ്ഞിന് വാങ്ങിച്ച ഗിഫ്റ്റോടെ കാണിച്ചേക്കാം. കുഞ്ഞിന് വാങ്ങിച്ചത് നമ്മൾ ഇതാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ വിചാരിച്ചു കാറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് കളിക്കാൻ. പക്ഷെ എനിക്ക് തോന്നി അവൾക്ക് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ്. ഇത് ആക്ച്വലി പിഗ്ഗി ബാങ്ക് ആണ്. ഇതിനകത്ത് കോയിൻ ഒക്കെ ഇട്ട് വയ്ക്കാൻ, പൈസ അങ്ങനെ ഇട്ട് വയ്ക്കാൻ പറ്റും. സോ അതാണ്. അപ്പം എനിക്ക് തോന്നി അവൾക്ക് ഇപ്പം 5 വയസ്സായില്ലേ, അപ്പോൾ കുറച്ച് അവളെ എന്താ പറയുക, സേവിങ്സ് ഒക്കെ കുറച്ചൊന്ന് ഇതാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നി ഇതായിരിക്കും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് വിചാരിച്ചു. കാരണം കാറൊക്കെ ആണെങ്കിൽ അവൾ ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ടിടും, അല്ലെങ്കിൽ വേറെ ബാർബിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിടും. പക്ഷേ ഇതാവുമ്പോൾ അത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിടും, അല്ല വെച്ച് കഴിഞ്ഞാലോ അതിനകത്ത് പൈസയൊക്കെ ഇടാലോ. അപ്പോൾ പൈസ ഇട്ട് വെച്ചോളൂല്ലോ, പേഴ്സിലും ബാഗിലും ഒക്കെ ഇടുന്നതിന് നല്ലത് അതല്ലേ ഒരു നല്ലത്, പിഗ്ഗി ബാങ്ക്. സോ അതാണ് കുഞ്ഞിനുള്ള ഗിഫ്റ്റ്, ചേട്ടനുള്ള ഗിഫ്റ്റ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ സർപ്രൈസ് അല്ലാത്ത സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റെഡി ആവട്ടെ, കാരണം ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. സോ നാളെ 1 ദിവസത്തേക്കേ ഉള്ളൂ. ഇന്ന് വൈകിട്ട് പോവും, നാളെ രാവിലെ അവിടെ എത്തും, നാളെ വൈകിട്ട് തിരിച്ചു കയറും, മറ്റന്നാൾ രാവിലെ എത്തും. സോ ഓൺലി 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ ശരി ഗായ്സ്,
നാളെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നാളെ ബർത്ത്ഡേ വീഡിയോസ് വരും. സോ അതും ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ഗായ്സ്, ബൈ.